ഹായ്, ഗുഡ് ഈവനിങ്. ടൺ കണക്കിന് ലവും ടൺ കണക്കിന് റൊമാൻസുമായി ക്ലബ് FM 94.3 ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രണയ കഥകൾ ഒരുപാടുണ്ട്. പക്ഷേ ഹാപ്പി എൻഡിങ് എല്ലായിടത്തും സംഭവിക്കണമെന്ന് ആഗ്രഹിക്കാം, പലപ്പോഴും നടക്കാറില്ല എന്ന് മാത്രം. ഇപ്പം ഞാൻ പറയുന്ന കഥ അങ്ങനെ തന്നെയാ. അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. തുറന്നു പറഞ്ഞൊന്നുമില്ല, എന്നാലും രണ്ടുപേർക്കും അറിയാം ഇഷ്ടമാണെന്ന്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ ഒരു കൊച്ചു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. അവൻ അവളെ തെറ്റിദ്ധരിച്ചു, ഒരുപാട് ദേഷ്യപ്പെട്ടു. അവരകന്നു. കുറച്ച് നാൾ കഴിഞ്ഞതെല്ലാം അവന് മനസ്സിലായി അവൻ്റെ തെറ്റാന്ന്. പക്ഷെ അവൻ തിരിച്ചു ചെന്നപ്പോൾ അവൾ ആക്സെപ്റ്റ് ചെയ്തില്ല. അവൾ പറഞ്ഞു, ഒരു വട്ടം കൂടി കളിച്ച് തോക്കാൻ ഞാനില്ലെന്ന്. റിയൽ ലൈഫിൽ ഇങ്ങനെ തന്നെയല്ലേ? ഒരിക്കൽ ഇങ്ങനൊരു ബ്രേക്കപ്പ് സംഭവിച്ചാൽ പിന്നെ റിസ്ക് എടുക്കാൻ നമ്മൾ ആരെങ്കിലും തയ്യാറാവുമോ? എത്ര നല്ല ആളാന്ന് തോന്നിയാലും എത്ര വിശ്വാസം ഉണ്ടെങ്കിലും മനസ്സിലെന്നും ഈ പേടി കാണും. ഒരാളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ മനസ്സിലെപ്പോഴും ഒരു വിചാര, പിന്നെ എങ്ങനെയെങ്കിലും അറിയിക്കണം എനിക്കിഷ്ടമാണെന്ന്. അറിയിച്ചാൽ മാത്രം പോരാ, സ്വന്തമാക്കുകയും വേണം. സ്വന്തമാക്കിയ എന്നും ഇയാളെ കൂടെയാണല്ലോ. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീണു പറയുന്നു, ഇങ്ങനെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിക്കും എന്നും ഇയാൾ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഈ ബന്ധം തകർന്നാലോ? ഞാൻ വായിച്ചു, സെറീന വില്യംസിൻ്റെ നീണ്ട കാലത്തെ ഒരു പ്രണയം തകർന്നു പോയിന്ന്. ഇപ്പോൾ സെറീന പറയാ, 10 വർഷത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി പ്രണയമില്ലാന്ന്. ഇഷ്ടപ്പെടുന്നയാളെ നഷ്ടപ്പെടുന്നത് ഒരു വേദന തന്നെയാ. ഈ വേദന ഒരിക്കൽ അറിഞ്ഞു, ഒരിക്കൽ കൂടി അതിലൂടെ പോവാൻ ധൈര്യം ഉണ്ടാവുമോ? പ്രണയം തകരുമ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം ഇത് തന്നെയല്ലേ? പ്രണയിക്കണമെന്ന് ആദ്യമായിട്ട് തോന്നുന്നത് എപ്പോഴാ? ഒട്ടും സംശയിക്കണ്ട, പ്രണയിക്കുന്ന രണ്ടുപേരെ കാണുമ്പോഴാ. സ്കൂളിൽ ഹൈസ്കൂളിലെയൊക്കെ ചേട്ടന്മാരും ചേച്ചിമാരും പ്രണയിക്കുന്ന കാണുമ്പോഴാണ് പല പിള്ളേരും ആലോചിക്കുന്നത്, ഷോ എനിക്കും വേണം ഒരു ബോയ് ഫ്രണ്ട്, എനിക്കും വേണം ഒരു ഗേൾ ഫ്രണ്ട് എന്ന്. സ്കൂളിൽ ശരിക്കും പ്രണയം നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. പിന്നെ കോളേജിലോട്ട് വരുമ്പോഴാണ് ഒരുമിച്ച് പുറത്തു പോകുന്നതും ഗിഫ്റ്റ്സ് കിട്ടുന്നതും ഒക്കെ കാണുന്നത്. ആ സമയത്ത് നമ്മളൊക്കെ അറിയാതെ പറയും, ഹോ ഭാഗ്യവതി, അവന് കിട്ടിയില്ലേ, അല്ലെങ്കിൽ ഭാഗ്യവാൻ, ഇത്രയും നല്ല പെണ്ണല്ലേ അവൻ്റെ ജീവിതത്തിലോട്ട് വന്നേന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ പ്രണയത്തിൽ ലക്കിന് ഒരു പങ്കുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഭാഗ്യത്തെ വിശ്വസിച്ച് പോവും. ഇന്ന് ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ റീണു ഒരു ചോദ്യം ചോദിക്കാം, ഡസ് ലക്ക് റിയലി മാറ്റർ ഇൻ ലവ്? പ്രണയത്തിൽ ലക്കിനൊരു പങ്കുണ്ടോ? ഉത്തരം ഒന്ന് പോൾ ചെയ്യണേ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക എൻ്റെ റീണുവിൻ്റെ കൂടെ ലവ് ബൈറ്റ്സ്. ഇഷ്ടപ്പെടുന്നയാളെ ആദ്യമായിട്ട് കണ്ടത്, അയാളോട് സംസാരിച്ചത്, ഇഷ്ടമാണെന്ന് പറയാൻ ശ്രമിച്ചത്, ഇതൊന്നും പലപ്പോഴും നമ്മൾ മറക്കാറില്ല. എല്ലാവർക്കും ആ ഇഷ്ടം തുറന്ന് പറയാനും പറ്റില്ല കേട്ടോ. പക്ഷെ ക്ലബ് FMലെ ലവ് ബൈറ്റ്സിലൂടെ ഒരിഷ്ടം പറയാൻ ഒരാൾ ഇന്ന് എത്തിയിട്ടുണ്ട്. കേട്ട് നോക്കാം. ആദ്യമായിട്ട് കണ്ടത് 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ്. ഞാൻ 9ലും അവൾ 8ലുമാണ്. പിന്നെ ക്യാൻറ്റീനിലും കണ്ണെറിയൽ എന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതൊരു എറിഞ്ഞു, അതില് വീണു. പിന്നെ ഞാനൊരു 1.5-2 മാസത്തോളം പുറകെ നടന്നു. അപ്പോ എന്താ കുട്ടി നോക്കണേ, ഞാൻ പറഞ്ഞു ചുമ്മാ നോക്കി. അടുത്ത ദിവസം കണ്ടു, വീണ്ടും നോക്കി. അപ്പൊ എന്താ കുട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ കയ്യിൽ 5 പൈസയുടെ മറ്റേ നാരങ്ങ മുട്ടായി വെച്ചിട്ടുണ്ടായിരുന്നു, ഓറഞ്ച് മതി, അത് ഒരെണ്ണം കൊടുത്തു. അറിയാതെ കൈ നീട്ടി വാങ്ങി, ക്ലീൻ. അതോടുകൂടി പതിനും പഴത്തിലേക്ക് ഔട്ടി വീണതുപോലെ വീണു. ഞങ്ങൾ രണ്ടുപേരും 2 കോളേജിലാണ്. ബുദ്ധിപൂർവ്വം അതിന്റെ വീട്ടുകാർ കൊണ്ട് വിമൻസ് കോളേജിലാണ് ചേർത്തു. ഞങ്ങൾ രണ്ടുപേരും ഈ ട്യൂഷൻ പഠിക്കാനും ട്യൂട്ടോറിയൽ കോളേജ് എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്നത് കൊണ്ട് അത് രണ്ടും ഒരിടത്തായിരുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് കാണും,
ഇത് റോഡിൽ എവിടെയെങ്കിലും പോയിരുന്നൊന്ന് സംസാരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഐ ലവ് യു. ഞാൻ റീണു പറയുന്നു, ഇതുപോലൊരു ഇഷ്ടം പറയാനുള്ള ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ 56070 ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഫോമാറ്റ് ലവ് FM സ്പേസ് നിങ്ങളുടെ പേര്.